ഹേ ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ആ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഗ്രീനറി ഇങ്ങനെ ആസ്വദിച്ചിരിക്കല് കേട്ടോ. അപ്പോൾ 90% വീഡിയോസിൽ ഈ ഒരു പച്ചപ്പും ഗ്രീനറി നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് കാണാൻ ഇഷ്ടമുണ്ടായത് കൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ സമയം രാവിലെ 7 മണിയായിട്ടുള്ളൂ. കാണുമ്പോഴത്തേക്ക് കുറേ ലേറ്റ് ആയ പോലെ ഇല്ലേ. ഈ ഒരു വെളിച്ചം കണ്ടപ്പോൾ ഞാനും പേടിച്ചു പോയിട്ടോ, കുറേ ലേറ്റ് ആയോ എണീക്കാൻ വേണ്ടിയിട്ടെന്ന്. അപ്പോൾ സുബഹ് നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ തന്നെ കിടന്നുറങ്ങിയതാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇപ്പം വെക്കേഷനൊക്കെ അല്ലേ, ഇങ്ങനെ രാവിലെ എണീറ്റിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് കിടന്നുറങ്ങിയതാണ്. അങ്ങനെയാണ് കേട്ടോ ഞാൻ 7 മണിയാകുമ്പോൾ എണീറ്റത്. അപ്പോൾ കൊപ്ര ആട്ടാൻ കൊടുക്കണം, അത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. പിന്നെ കൊപ്ര ഇട്ടതിന് ശേഷമാണ് കേട്ടോ മഴ പെയ്യാൻ തുടങ്ങിയത്. അൽഹംദുലില്ലാ ഉണങ്ങി കിട്ടും. പുറത്ത് നിന്ന് കൊപ്ര എടുത്തു കൊണ്ടുവന്നാൽ പിറ്റേ ദിവസം രാവിലെ വരെ നമ്മളിരിക്കുന്ന ലിവിങ് റൂമിലോ ഡൈനിങ് റൂമിലോ മറ്റോ ഞാനിങ്ങനെ തുറന്നിടും. അപ്പോൾ ഫാനിൻ്റെ കാറ്റും കൂടെ കൊള്ളുമ്പോൾ മോശമായി പറ്റൊന്നുമില്ല, നല്ല ഉണങ്ങി കിട്ടും. അങ്ങനെ സഞ്ചിയിൽ വാരി വെച്ചതാണ്. ഇനി അടുത്തത് ഞാൻ പത്തൽ ഉണ്ടാക്കി, അതിൻ്റെ കൂടെ കറിയും കൂടെ ഉണ്ടാക്കിയിട്ടോ. അത് ആ കറി എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. വെളിച്ചെണ്ണ ഇടുക, പിന്നെ അതിലേക്ക് ഉള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂണോളം തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇതിലിപ്പോൾ ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത 2 മുട്ടയാണ്, അത് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. കുറച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മുട്ട വറവ്, കാസർഗോഡ് പറയൽ മുട്ടപ്പീരാന്നാണ്, റെഡിയാക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പോയതാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് പോയത് പെട്രോൾ ബങ്കിൽ പോയിട്ട് പെട്രോൾ ഇട്ടതിന് ശേഷമാണ് കേട്ടോ മില്ലിലോട്ട് പോയത്. എണ്ണ ഞാൻ എപ്പോഴും കൊടുക്കൽ ഇവിടെയാണ് കേട്ടോ. ഇത് വീട്ടിൻ്റെ അടുത്തുള്ള മില്ലല്ല, ഇത് കുറച്ച് പോകണം. അവിടെ ഒളയത്തെടുക്കലാണ് കേട്ടോ ഈ മില്ല്. അപ്പോൾ ഇവിടെയാണ് ഞാൻ എണ്ണ ആട്ടാൻ വേണ്ടി കൊടുക്കൽ. പത്തിരി പിന്നെ മുളക് പൊടി ഇതൊക്കെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു മില്ലിലാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ വീട്ടിനടുത്തുള്ള മില്ലിലും ഓയിൽ മില്ലുണ്ട്. പക്ഷേ എന്തെന്ന് പറഞ്ഞാൽ ഞാനൊരു ധൈര്യക്കുറവായതുകൊണ്ട് കൊടുത്തിട്ടില്ല. അഭിപ്രായങ്ങൾ അത്ര പോരാ, അതുകൊണ്ട് പേടിച്ചിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ഇത്രയും തേങ്ങ ഞാൻ കൊടുക്കുമ്പോഴത്തേക്ക് വെറുതെ മോശമാക്കി കളയണ്ട, ഒരുപാട് പണിയെടുത്തിട്ടല്ലേ നമ്മൾ കൊപ്ര ഉണ്ടാക്കുന്നുള്ളത്, വെറുതെ മോശമാക്കി കളയണ്ടെന്ന് വിചാരിച്ച് ഇതുവരെ കൊടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് മടങ്ങി. അതിനുശേഷം ഞങ്ങൾ തലേന്നത്തെ വെജ് ബിരിയാണി ഉണ്ടായിരുന്നു, അത് ചൂടാക്കി കഴിച്ചു. അപ്പോൾ തലേന്ന് രാത്രി പെയ്ത മഴ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ മഴ പെയ്തിട്ടുണ്ടായിട്ടില്ല. ഞാൻ മില്ലിലോട്ട് പോകുന്ന സമയത്തെല്ലാം ഞാൻ മഴ നിന്നിട്ടാണ് ഉണ്ടായത്. പിന്നെ ഞാൻ ഉച്ചക്ക് ഈ ഭക്ഷണം കഴിച്ചിട്ട് ടൗണിലേക്ക് പോകുമ്പോഴാണ് കേട്ടോ പിന്നെയും മഴ തുടങ്ങിയത്. അപ്പം എങ്ങനെയും പോകണം എനിക്ക്, സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് അങ്ങനെ വിചാരിച്ചിട്ട് പോയതാണ്. അപ്പോൾ അവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്തു, പിന്നെ ബില്ലും ചെയ്തിട്ട് പേയ്മെൻറ്റും ചെയ്തിട്ട് അങ്ങനെ പുറത്തിറങ്ങി. പിന്നെ നോക്കിയപ്പോൾ ഭയങ്കര മഴ എന്ന് പറയാല്, നമുക്ക് വീഡിയോ എടുത്താൽ കാണാൻ പോലും പറ്റാത്ത പോലത്തെ മഴയായിട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അതിന് നിന്നില്ല. അതിനിടയിൽ നമ്മൾ എങ്ങോട്ടാണ് പോയതെന്ന് വെച്ചാൽ ഞാൻ മീൻ വാങ്ങി, പിന്നെ ചെമ്മീനാണ് കേട്ടോ വാങ്ങിയത്. പിന്നെ ബുക്ക് ബൈൻഡിങ്ങിന് കൊടുത്തത് അതും വാങ്ങി. പിന്നെന്താ കുറച്ച് മെഡിസിൻസ് വാങ്ങാനുണ്ടായിരുന്നു, അതും വാങ്ങി നേരെ വീട്ടിലോട്ടേക്ക് മടങ്ങിയതാണ്. അപ്പോൾ വീട്ടിലെത്തിയതിന് ശേഷം സാധനങ്ങൾ ഇറക്കിയിട്ടില്ല. അങ്ങനെ മീനിൻ്റെ കവർ മാത്രം എടുത്തിട്ട് അകത്തേക്ക് കയറി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ മഴയൊക്കെ നിന്നതിന് ശേഷമാണ് സാധനങ്ങൾ അകത്ത് കൊണ്ടുവന്നത്. പിന്നെ ഇല്ലേ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി റിട്ടേൺ വരുന്ന സമയത്തില്ലേ, പിന്നെ ഹെസൽനട്ടും ഡേറ്റ്സും ഇട്ട് ഒരു മിൽക്ക് ഷേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുടിച്ചിട്ട് ഭയങ്കര ഹെവി ആയ പോലെ ആയിപ്പോയി. അതുകൊണ്ട് ഡിന്നർ ലൈറ്റ് ആക്കാന്ന് വിചാരിച്ചു. അപ്പോൾ നൂഡിൽസ് പൊതുവേ അൺഹെൽത്തി എന്നല്ലേ പറയല്ലേ, അപ്പോൾ നമുക്കൊന്ന് ഹെൽത്തി ആക്കിയിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഉമ്മ പൊതുവേ നൂഡിൽസ് ഉണ്ടാക്കൽ ഈ ഒരു സ്റ്റൈലിലാണ്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് റിഫൈൻഡ് ഓയിൽ എടുത്തിട്ട് പിന്നെ അതിലേക്ക് ഉള്ളി, തക്കാളി, ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം, ക്യാബേജ് ഇതൊക്കെ ഇടുക കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വഴറ്റിയെടുക്കുക. നൂഡിൽസ് മസാല അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക, വഴറ്റിയെടുക്കുക. മീൻ വൈൽ നമ്മളൊരു വേറൊരു പാൻ എടുത്തിട്ട്, അപ്പോൾ നൂഡിൽസ് നമ്മുടെ വെള്ളത്തിൽ മുങ്ങിയിട്ട് കിടക്കണം, അത്രയും വെള്ളം മതി. അപ്പോൾ അത്രയും ക്വാണ്ടിറ്റി വെള്ളം എടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ബോയിൽ ആയതിനു ശേഷം നമുക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കുക. പിന്നെ നൂഡിൽസ് നമ്മൾ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണോ അതിന് ഷേപ്പുള്ള അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. പൊട്ടിച്ചിട്ടൊന്നും ഇടാൻ പാടില്ല. അപ്പോൾ കുറച്ച് കൂടുതൽ ടൈം എടുക്കും വേവാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ എങ്ങനെയാണോ അതിൻ്റെ ഷേപ്പുള്ള ഈവൻ റൗണ്ട് ഷേപ്പ് ആണെങ്കിൽ അത് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക, സ്ക്വയർ ആണെങ്കിൽ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഡ്രെയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റാർച്ചൊക്കെ റിമൂവ് ആയി കിട്ടും. പിന്നെ 2 ഫോർക്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് ലെമൺ സ്ക്വീസ് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഏകദേശം എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. പിന്നെ അറിയാത്തവർക്ക് വേണ്ടി
കാണിച്ചതാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ മാഗി ഇൻ ജസ്റ്റ് 2 മിനിറ്റ്സ് എന്നല്ലേ പറയല്. അപ്പോൾ അതല്ല കേട്ടോ, ഇതിപ്പോൾ ഒരു ഹാഫ് ആൻ അവർ ഒക്കെ വേണ്ടി വരും. കാരണം എന്തെന്ന് വെച്ചാൽ വെജിറ്റബിൾ കട്ടാക്കണം, ബോയിലാക്കി പിന്നെ മസാല ഇട്ട് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് അത്രയും സമയമാവും. അപ്പോൾ നൂഡിൽസ് ഒരു ഹെൽത്തിയർ വേർഷനിലോട്ടേക്ക് ഇങ്ങനെ മാറ്റിയെടുക്കുക കേട്ടോ. കുട്ടികൾ കഴിക്കാത്ത വെജിറ്റബിൾസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്താൽ മനസ്സിലാവില്ല, അത് വെന്തിട്ടാകുമ്പോൾ കഴിച്ചോളൂ. അങ്ങനെ നമ്മൾ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബൈൻഡിങ് സെക്ഷനിലോട്ടേക്ക് പോയതാണ്. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ പറയാം. ബൈൻഡിങ് ചെയ്തിട്ടായോ, ബുക്സ് വാങ്ങിയിട്ടായോ എന്നൊക്കെ. അപ്പോൾ ബൈ, അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ.